നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബെസ്റ്റ്. എന്താ സുമീത്? ചേട്ടാ, ഇതിന് വലിയ സൈസ് ഉണ്ടാവോ? ഇത് ലാർജാ. എനിക്ക് വേണ്ടത് എക്സെല്ലാ. അയ്യോ, ഞാനതിന് പുതിയ ആളാണോ? എനിക്ക് തോന്നി. ഞാനിവിടെ പതിവായി ഡ്രസ് എടുക്കാൻ വരാറുള്ള. ചേട്ടൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അല്ല, ഞാനേ ഇവിടുത്തെ സ്റ്റാഫ് അല്ല, കസ്റ്റമർ. അയ്യോ, സോറി കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ച ഇവിടുത്തെ സ്റ്റാഫാന്നാ. ഇറ്റ്സ് ഓക്കെ. ദൈവമേ, പെട്ട്. ആഹാ, അക്കു കൊള്ളാലോ. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്കും പെമ്പിള്ളേരുടെ പുറകെ പോവല്ലേ? നാണുണ്ടോ മനുഷ്യൻ നിങ്ങക്ക്? അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ പഴയ താല്പര്യമൊന്നുമില്ല. എന്റെ സ്നേഹം ഒന്ന് പതുക്കെ. എന്തിന്? എല്ലാരും അറിയട്ടെ എന്റെ ഗതികേട്. എന്റെ പൊന്നെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വെറുതെ ഓരോന്ന് ചിന്തിക്കല്ലേ. ഞാൻ ചിന്തിക്കുന്നില്ല, കൂട്ടുന്നില്ല. ഞാൻ കണ്ടത് ഞാൻ പറഞ്ഞോളൂ. നീ എന്ത് കണ്ടെന്ന്? ഞാനൊരു സ്റ്റാഫാന്ന് തെറ്റിദ്ധരിച്ച് ആ കുട്ടി എന്നോട് സംശയം ചോദിച്ചതാ. ആഹാ, ഇത്രയും നേരം അവൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനൊന്ന് അങ്ങോട്ട് മാറിയപ്പോ മാത്രാണോ അവൾക്ക് സംശയം ഉണ്ടായത്? എന്റെ സ്നേഹം ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാനും അവളെ പോലെ മോഡേൺ ഡ്രസ് ഇടാത്തതാണോ നിങ്ങളുടെ കുഴപ്പം? സാരി മാറ്റിയിട്ട് നാളെ മുതൽ ഞാനും മോഡേൺ ഡ്രസ് ഇടാം. എനിക്കും ഇതൊക്കെ നന്നായിട്ട് ചേരും. എന്താ അവിടെ? എന്താണ് പ്രശ്നം? നിങ്ങളുടെ കൂട്ടുകാരനെ പഴയ സ്വഭാവം വീണ്ടും തുടങ്ങി. പെമ്പിള്ളേരെ കണ്ടാലുടനെ കഴിഞ്ഞ കുറച്ചു കാലം ഇവൾക്ക് ഈ സൂക്കടില്ലായിരുന്നു. എന്ത് സംശയരോഗം? അക്കു, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ. ഇവിടെ ആളുകളൊക്കെ ശ്രദ്ധിക്കുമല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക് പബ്ലിക് പ്ലേസ് വെച്ച് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കാൻ? അതെ, ഈ ഭാര്യ ഭർത്താക്കന്മാരായ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ വേണം. അതാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ. ഇങ്ങനെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കിയ എങ്ങനെയാ സ്നേഹ ശരിയാവുന്നത്? വിട്ടുവീഴ്ചകളിലൂടെ മാത്രമേ ജീവിതത്തിൽ നമുക്ക് സമാധാനം നിലനിർത്താൻ പറ്റുള്ളൂ എന്നറിയില്ലേ? ആരോടായി പറയുന്നേ? സോറി ട്ടോ, ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ ഭാഗമായി ഉണ്ടായതാ. സോറി ടു ഡിസ്റ്റർബ് യു ഓൾ. എന്തായാലും ഇത് കാരണം ജീവിത വീക്ഷണമുള്ള ഒരു പ്രവാചകൻ ജനിച്ചല്ലോ. അത് മതി, എനിക്കത് മതി. എനിക്കും. നീ മിണ്ടണ്ട, നിനക്കുള്ളത് പിന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോട്ടൽ എന്താ പൂട്ടി കിടക്കുന്നേ? അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജന്മനക്ഷത്രത്തില് ഒരു ദോഷപരിഹാര പൂജ ചെയ്യാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് കുടുംബശ്രീ ഹോട്ടലിൽ കയറി ഒരു ഊണ് കഴിക്കാന്ന് കരുതി. അല്ല, ശാരദാമ്മ എവിടെ? ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയില്ലേന്നാവും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. അത് അമ്മ സത്യാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ, ശാരദാമ്മ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ കാണുമെന്ന്. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കുടുംബശ്രീയിലേക്ക് വരുന്നത്. ശാരദാമ്മയും മക്കളെയും കാണാം. അതിന് ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ.
നമുക്ക് ഇറങ്ങിയാലോ? നല്ല വിശപ്പുണ്ട്. ഇവിടെ വരെ വന്നിട്ട് എങ്ങനാടി? ഹോട്ടലൊന്നും ഇല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങള് കഴിക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിലൊരു പങ്ക് മതി. അതൊക്കെയല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെന്നെടുത്ത് വെക്കും മക്കളെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ചിത്ര പറഞ്ഞതുപോലെ ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്നാലും 2 പിടി ചോറ് മതി. പെട്ടെന്ന് എടുത്തു വെച്ചോ. എന്താ മക്കളെ? അല്ല വസുമതി ആന്റി, അത് ഇവിടൊന്നും വെച്ചിട്ടില്ല. അതെന്തു പറ്റി? സമയം കുറെ ആയല്ലോ. മനസ്സിലായി. അമ്മ ഇല്ലാത്തതുകൊണ്ട് മക്കളൊന്നും വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? മടി. ഇവക്കും ഇത് പതിവുള്ളതാ കേട്ടോ. സാരമില്ല, ശാരദാമ്മയ്ക്ക് പകരം വസുമതി ആന്റി ഇന്ന് അടുക്കളയിൽ കയറുന്നു. എന്താ, സമ്മതമല്ലേ? വസുമതി ആന്റിയോ? ആ, ശാരദാമ്മ ഉണ്ടാക്കുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അയ്യോ ആന്റി, ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് വെച്ച് തരാം. തൽക്കാലം വേണ്ട. ഇന്ന് മടിച്ചി കോതകൾക്ക് 2 അവധി. ആന്റി, വാടി ചിത്ര. ചിത്രേ, എന്താ വില്ലേജ് ഇതൊക്കെ? ബസുമതി ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അർജുനേട്ടൻ പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊന്നും അറിയിക്കാൻ വേണ്ട. അല്ല എന്നാലും പ്രീതിയുടെ ആഭരണം മോഷ്ടിച്ച ആളെ അർജുനേട്ടൻ ജാമ്യത്തിലിറക്കാൻ നടക്കുന്ന കാര്യം ബസുമതി ആന്റി അറിയിക്കുമെന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു ആ ബാലചന്ദ്രന്റെ വക. അക്കാര്യം ചോദിക്കാനോ മറ്റോ അവര് വന്നതാവുന്ന ഞാൻ കരുതിയത്. പെട്ടെന്ന് വസുമതി ആന്റിയെ കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചു. അതാ മോളെ പറയുന്നത്, ഏത് സങ്കടക്കടലിലും ആശ്വാസത്തിന് ചെറുതുരുത്തുകൾ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ബസുമതി ആന്റിക്ക് ഇപ്പൊ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പിത്തരേണ്ട കാര്യമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ ഇപ്പൊ കണ്ടാ തോന്നുന്നത് എന്താണെന്നറിയോ? ഒറീസയെന്നും ബംഗാളിന്നും ഒക്കെ ഇവിടെ റോഡ് വെട്ടാനും കൽപ്പണിക്കും ഒക്കെ വരുന്ന കൂലിപ്പണിക്കാരില്ലേ, അവരുടെ ഭാര്യമാരാ ഇതുപോലെ കഞ്ഞിക്കലും മീൻചട്ടിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അതൊരു കുറവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സുസ്മിത? പുറം നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന കുടുംബങ്ങളെ ഇവിടെ അധ്വാനിച്ച് തന്നെയാ ജീവിക്കുന്നത്. അമ്മയുടെ കൂട്ടുകാരിയുടെ വീടെന്നുള്ള അധികാരത്തില് നീ സത്യാമ്മയുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആഹാരത്തെക്കാൾ രുചിയുണ്ടാവും അവര് ശരീരം വിയർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന്. ഇപ്പൊ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയ കാറിന്റെ ഫ്യൂല് പോലും എന്റെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കാശ് കൊണ്ട് അടിക്കുന്നതല്ലേടി. നല്ല ദണ്ണുണ്ടല്ലേ നിനക്ക്? എന്നാലേ ഇതൊക്കെ ഒരു മിടുക്ക. എടി, ദണ്ണോന്നല്ല എനിക്ക് തോന്നുന്ന ഈ വികാരത്തെ പറയേണ്ടത്, പുച്ഛം. വല്ലവന്റെയും പണം ഊറ്റിക്കുടിച്ച് തഴച്ചു വളരുന്നൊരു ഇത്തിൽ കണ്ണിയോട് തോന്നുന്ന പുച്ഛം. എടി, ഇത്തിൽ കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ചെടികളെ പോലെ മണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഊറ്റിക്കുടിക്കാനാ അതിന്റെ ജന്മം തന്നെ. ഈ പേനും കൊതുകും മുട്ടയും ഒക്കെ ഇല്ലേ, ചോരയാ എന്റെ ഭക്ഷണം. രക്തം കുടിക്കുന്നല്ലോ എന്ന് കരുതി ആ ജീവികളോട് ആർക്കെങ്കിലും അസൂയ തോന്നൂ? പുച്ഛം. കൂടിപ്പോയാ ഒരു സഹതാപം, അത്രേ ഉള്ളൂ. ആ, വല്ലവന്റെയൊക്കെ തല്ലുകൊണ്ട് ചാവുന്നത് വരേ ഉള്ളൂ അതിന്റെയൊക്കെ തിളപ്പം. ഒരു ദിവസം, ഒരേ ഒരു ദിവസം മറ്റാരുടെയും സഹായമില്ലാതെ എന്നെ പോലെ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ജീവിച്ച് കാണിക്കേ. എന്നിട്ട് നീ ചോദിക്കേ,
കാണുമ്പോ ദണ്ണോ അസൂയൊക്കെ തോന്നുന്നുണ്ടോന്ന്? നാട്ടുകാരുടെ എച്ചിലെടുത്തും ചായ ഗ്ലാസ് കഴുകിയും കിട്ടുന്ന നക്കാ പിച്ചുകൊണ്ട് ജീവിച്ച നിനക്കൊക്കെ മണ്ണും ചെളിയും പാടമൊക്കെ ദൈവമായിരിക്കും. ഇന്നത്തെ ജനറേഷൻ അധ്വാനിക്കുന്നത് ശരീരം കൊണ്ടല്ലടി, ബുദ്ധി കൊണ്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടില്ലേ നീ? നിർമ്മിത ബുദ്ധി. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു പ്രോഗ്രാം കോഡ് ചെയ്ത് വെച്ച ആ ലക്ഷ്യം മുന്നിൽ കണ്ട് രാവും പകലും അത് പ്രവർത്തിച്ചോളൂ. എന്റെ തലച്ചോറിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബുദ്ധിയാണടി നിന്നെ തെരുവിൽ ഇങ്ങനെ നാടോടി വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്. ജോലിയുടെ അധ്വാനത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് നീ പോയി ജീവിച്ചോ. ആ പിന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു മഹാകാവ്യം എഴുതി വാഴക്കുലേന്നോ തേങ്ങാക്കുലേന്നോ ഒക്കെ പേരു ഇട്ടോ. പക്ഷെ ഭാമാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക് എന്നേക്കുമായി. സുസ്മിതേ, രോഹിത് മടങ്ങി വരുന്നത് വരെ മാത്രമേ നിന്റെ ഈ സുഖവാസം ഉണ്ടാവൂ. പിന്നെ നിനക്കുള്ളത് വനവാസമല്ല, ജയിൽവാസം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളൊരു കാര്യം വല്ലാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച, ആഗ്രഹിച്ച അത് നടക്കും സച്ചേട്ടാ. അത് ലോകം തെളിയിച്ചിട്ടുള്ളതാ. എത്ര എത്ര ഉദാഹരണങ്ങള്. അപ്പോ നടക്കുമല്ലേ? എനിക്കെന്റെ അമ്മൂനെ കിട്ടുമല്ലേ? അപ്പോ ഞങ്ങൾക്കൊരു മോളും ഉണ്ടാവുമല്ലേ? ഒരു നിമിഷം എന്നെ പറ്റിയൊന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ സച്ചേട്ടാ നിങ്ങൾക്ക്? ആഹാ, മോന്റെ പേര് ആലോചിക്കല്ലേ? എങ്കിൽ ഞാനും ആലോചിക്കട്ടെ. എത്ര ആവേശത്തോടെയാ ജനിക്കാത്ത മക്കൾക്ക് വേണ്ടി അച്ഛൻ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അമ്മു ഒത്തിരി ഭാഗ്യം ചെയ്തവളാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെയും ഭ്രാന്തമായി ഒരാൾക്ക് അവളെ സ്നേഹിക്കാൻ കഴിയൂ? ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് കിട്ടി. നമ്മുടെ മോളുടെ പേര് കിട്ടി. നമ്മുടെ മോള്. സോറി, മോളുടെ പേര് കിട്ടി. തനിക്ക് കിട്ടിയോ? എനിക്കും കിട്ടി. പക്ഷെ അത് നമ്മുടെ മോനെന്ന് പറയാനാ എനിക്കിഷ്ടം. അച്ഛൻ നമ്മുടെ മോന്റെ പേരാ ചോദിച്ചത്, അല്ലാതെ സച്ചേട്ടൻ അമ്മുവിൽ ജനിക്കാൻ പോകുന്ന മോന്റെ പേരല്ല. അങ്ങനെയൊന്നും നടക്കുന്ന കാലത്ത് അമ്മു കണ്ടുപിടിച്ചോട്ടെ പേരുകൾ. അർച്ചന, താനിതൊക്കെ പറ്റുന്നില്ല സച്ചേട്ടാ. മനസ്സിൽ അടക്കി പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഞാനൊരു
നമുക്ക് ഏതായാലും പേരുകളൊന്നും ഇപ്പൊ പറയണ്ട. അച്ഛൻ്റെ അടുത്ത് പറയാം. അതുവരെ മക്കളുടെ പേരുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഡോക്ടർ അനന്തനാരായണനുമായി ഇപ്പൊ തന്നെ സംസാരിക്കുന്നുണ്ട്. നാളെ നിശ്ചയിച്ച സമയത്ത് സർജറി നടക്കും. സഞ്ജു സമാധാനമായിട്ടിരിക്കെ. ഞാനൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ? ആയിക്കോട്ടെ, ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുക്കാനുണ്ട്. സമാധാനമായില്ലടാ. പോയി നിന്റെ പെണ്ണിനെ കാണ്. എടാ, നിന്നെ വിട്ട് അവൾക്ക് പോവാൻ വേറെ ഏത് ലോകമാടാ ഉള്ളത്? ചെല്ലടാ. അമ്മ അവളുടെ ചേച്ചിയെ മരിക്കാൻ വിടില്ല. അവൾ വെറും ലക്ഷ്മിയല്ല, മഹാലക്ഷ്മിയാണ്. ഹോളിൽ നിന്ന് എനിക്കൊരു മോതിരം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് അവൻ്റെതാവാം. എവിടെ? അറിയാതെ ഞാനത് വിരലിലിട്ടു. ഇത് അയാളുടേതല്ല, അമ്മു എനിക്ക് തന്നതാ. ഇത് മോതിരമല്ലേ? നല്ല പഴക്കമുണ്ടല്ലോ. ഇത് വെറും മോതിരമായിട്ട് കാണരുത്. എന്റെ മുത്തശ്ശി എനിക്കിത് തന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളിത് ധരിച്ച ദീർഘായുസ് ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലവ് യു അച്ഛാ.
അച്ഛാ, അച്ഛനെയും കൂടെ സങ്കടപ്പെടുത്താതെ. അച്ഛനിപ്പോ പോകുന്നത് മുംബൈയിലേക്കല്ലേ? എത്രയോ തവണ മുംബൈക്ക് പോയിരിക്കുന്നു. പക്ഷെ അച്ഛൻ ആ വഴി US പോവല്ലേ? 3 മാസം കഴിയുമ്പോ അച്ഛനിങ്ങ് വരില്ലേ മോളെ? പ്രസാദ്, കൂൾ ഡൗൺ. സജ, എന്റെ മോള്. മകൾക്കൊന്നും സംഭവിക്കില്ല. സഞ്ജു, സർജറി കഴിഞ്ഞോ? ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷയില്ലാത്ത ഒരു കേസും ഡോക്ടർ അനന്തനാരായണൻ അറ്റൻഡ് ചെയ്യാറില്ലെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം ഏറ്റ പേഷ്യന്റ് രക്ഷപ്പെട്ടിരിക്കും. ഡോക്ടർ അനന്തനാരായണനോട് നീ സംസാരിച്ചോ? ഞാനൊരു ശ്രമം നടത്തി. പക്ഷെ അദ്ദേഹത്തെ കാണാൻ അനുവാദമില്ലെന്ന് റാംമോഹൻ സാർ പറഞ്ഞത്. പേഷ്യന്റിന്റെ ആൾക്കാരുമായി അദ്ദേഹത്തിന് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഹോസ്പിറ്റലിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നിരിക്കുന്നു. പിന്നെ മീറ്റിംഗിന് ഒരു പോസിബിലിറ്റി ഇല്ല. സഞ്ജു, സഞ്ജു, ഡോക്ടർ. ഡോക്ടർ എന്തായി ഡോക്ടർ? ഡോക്ടർ, സർജറി കഴിഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ സക്സസ് ആണ്. ഈശ്വര, താങ്ക് യു ഡോക്ടർ. ഈ കേസിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നു. ഈ ജീവിതകാലം മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കും. എനിക്ക് ഡോക്ടർ അനന്തനാരായണൻ സാറിനെ ഒന്ന് കാണാൻ കഴിയൂ? അദ്ദേഹം ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞു. ഈവനിംഗ് ഫ്ലൈറ്റിലേ പോകൂ. എങ്കിലും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അദ്ദേഹത്തിന് 100 കോടി പുണ്യം കിട്ടട്ടെ. ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? ഒരാൾക്ക് കയറി കാണാം. സിസ്റ്റർ, ഒരാളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. വല്യപ്പിച്ച് കയറി സ്വാതി കണ്ടിട്ട് വരും. ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നോട് 2ാം വിവാഹം കഴിക്കാൻ പറഞ്ഞ സമയത്ത് വധു ജാസ്മിൻ ആവരുതെന്ന് നീ പറഞ്ഞില്ലല്ലോ. നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. രണ്ടാം വിവാഹവും വെറും കാട്ടിക്കൂട്ടലാണെന്നറിയാവുന്ന ഞാൻ എന്തിനു വെറുതെ പെണ്ണ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണം? അതുകൊണ്ട് എന്നെ കെട്ടാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ജാസ്മിൻ തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ജാസ്മിനെ കെട്ടാൻ മനസ്സിലാന്ന് ഞാൻ അവളോടും അമ്മയോടൊക്കെ പറയണോ? പറയാം. പക്ഷേ സ്നേഹം മുഴുവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ നല്ലതിനു വേണ്ടി എന്റെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോവാൻ ശ്രമിക്കുന്ന നീ തുറന്നു പറയണം, നിനക്ക് എന്നോട് ശരിക്കും പ്രണയമാണെന്ന്. ഞാനില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറ. പ്രണയം എന്നത്
സ്വന്തമാക്കാനുള്ളത് മാത്രമല്ല സർ, ഇതിലും നന്നായി ഒരു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാൻ കഴിയില്ല. ഈ അരപ്പട്ടിണിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയല്ലേ വിശാലേട്ടൻ വന്ന് അവളെ കെട്ടിക്കൊണ്ടുപോയത്? നിനക്കും അവളെ പോലെ ആവണല്ലേ? ഇതിനെ സങ്കല്പം ആഗ്രഹം എന്നൊന്നുമല്ല പറയാ, ഇതിന്റെ പേരും അസൂയും കണ്ണുകടിയും നോക്കിയ. മോളെ, പാറൂട്ടിക്കൊരു കോടീശ്വരനെ കിട്ടിയത് അവൾ ആഗ്രഹിച്ചത് കൊണ്ടൊന്നുമല്ല. അവനവന്റെ സ്ഥിതി അറിഞ്ഞു തന്നെയാ അവൾ വളർന്നു വന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഉദിയന്നൂരമ്മ അവൾക്കൊരു കോടീശ്വരനെ കൊണ്ടു കൊടുത്തു. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. എത്താ കൊമ്പത്തേക്ക് നോക്കിയിരിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും മോളെ. എനിക്ക് മനസ്സില്ല. എടി, മുത്തശ്ശനോട് തറുതല പറയുന്നോ? അമ്മ ഒച്ച വെക്കൊന്നും വേണ്ട. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് മനസ്സില്ല. അമ്മയും മുത്തശ്ശനും ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു കോടീശ്വരൻ പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുള്ള സൗന്ദര്യവും മിടുക്കും ഒക്കെ ഈ പല്ലവിക്കുണ്ട്. അവളെ പേരുദോഷം കേൾപ്പിക്കുമെന്ന് എന്റെ പേടി. സുഹൃതക്ഷയം അല്ലാതെ എന്തു പറയാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളിപ്പോ അടുക്കളയിൽ കയറാറില്ലേ? അതിനൊന്നും അവക്ക് നേരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എവിടെയൊക്കെയോ പോകുന്നു, തോന്നുമ്പം തിരിച്ചു വരുന്നു. പിന്നെ അവളൊരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഫോട്ടോ കണ്ടു മതിയാകുമ്പം ജോലി ചെയ്യുമായിരിക്കും. ആരുടെ ഫോട്ടോ? അന്ന് ഇവിടെ വന്ന ആ പോലീസുകാരനില്ലേ, അയാളും വേറൊരു പെൺകുട്ടിയായിട്ട് നിൽക്കുന്ന ഫോട്ടോയാ. അവൾക്ക് ആ ഫോട്ടോ എവിടുന്ന് കിട്ടി? എന്തോ കള്ളക്കളി ഉണ്ടെന്ന് തോന്നുന്നു. നീ പോയി ആ ഫോട്ടോ ഇങ്ങെടുത്തോണ്ടോ. അവൾ അറിയണ്ട. ശരി, വേഗം പോ. ഇയാൾക്ക് പാർവതിയോട് വലിയ സഹതാപമാ. പാർവതിയെ വിശാൽ ഒരിക്കൽ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. കഷ്ടകാലത്തിന് അന്ന് ഇവിടെ മഴ പെയ്തു. അതുവഴി വന്ന ഇയാള് കാണുന്നത് മഴയത്ത് നിൽക്കുന്ന പാർവതിയെയാ. അന്ന് തുടങ്ങിയ സഹതാപമാ. പാർവതിയെ ഉപദ്രവിച്ച എന്നെ മൂക്കി വലിച്ചു കയറ്റുമെന്ന് ഇയാൾ എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളോട് കരുണയുള്ള പോലീസ് ഓഫീസറോ? എവിടെ കാണട്ടെ? ഈ ഫോട്ടോ എങ്ങനെ അവളുടെ കയ്യിൽ വന്നു? പാർവതി എന്തിനായിരിക്കും ഈ ഫോട്ടോ ഈ വീട്ടിൽ കൊണ്ടുവച്ചത്? വിശാലിനെയും കൂട്ടി അവൾ അരവിന്ദനെ കാണാൻ പോയത് ഏട്ടൻ നേരിട്ട് കണ്ടതാ. ഏട്ടൻ സംശയിക്കുന്നത് പോലെ ഏട്ടനെ എന്നെയും കൊടുക്കാനുള്ള അവളുടെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. ജയയുടെ മരണം കുത്തിപ്പൊക്കിയ വിവാഹം മുടങ്ങുമല്ലോ, അതിനുള്ള അവളുടെ കളികളായിരിക്കും ഇത്. ജാസ്മിൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല ആന്റി, ഈ ഫോട്ടോ ഈ വീട്ടിൽ കൊണ്ടുവച്ചേക്കേണ്ട കാര്യമുണ്ടോ? ഒരു പോലീസ് ഓഫീസർ എന്റെ സഹായത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോന്ന് പാർവതി ഭീഷണിപ്പെടുത്തുന്നത് പോലെയാ
ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത്. ഒരു സർക്കിളിനെ കാണിച്ച് പ്രഭാവതിയെ വിരട്ടാവുന്നോ? അയാൾക്ക് മുകളില് വേറെ പോലീസുകാരുണ്ടെന്നും പ്രഭാവതിയുടെ വിളിപ്പുറത്ത് IG വരെ ഉണ്ടെന്നും ആ പട്ടിക്കാട്ടുകാരിക്ക് അറിയില്ലല്ലോ. എന്നാലും ഈ ഫോട്ടോ ഇവിടെ വേണ്ട ആന്റി. കൊണ്ടുപോയി കത്തിച്ചളഞ്ഞേക്ക്. ആഹാ വേണ്ട. ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലേ നമ്മള് പേടിച്ചെന്ന് അവള് വിചാരിക്കും. അവളെ കൊണ്ട് കളിക്കാവുന്ന കളികളെല്ലാം കളിക്കട്ടെ. ആകാശത്തിരിക്കുന്ന ചന്ദ്രനെ നോക്കി ചാവാലിപ്പട്ടി കുരച്ചിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? നമ്മൾ ഈ വിവാഹം ഭംഗിയായിട്ട് നടത്തും. അതിനിടയില് ഇതുപോലുള്ള എന്ത് കണ്ടാലും മോള് മൈൻഡ് ചെയ്യണ്ട. പാർവതിയുടെ ചീട്ട് കയറേണ്ട സമയമായിന്നാ തോന്നുന്നേ. വിശാലിന്റെയും പാർവതിയുടെയും ശവോടക്ക് ഒരുമിച്ച് നടത്തേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തു, ഡ്രസ്സുകളും എടുത്തു. വെരി ഗുഡ്. കല്യാണ നടത്തിപ്പിന്റെ ചുമതല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. അവർക്ക് 5 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫുഡ് വെജിറ്റേറിയൻ പറ്റില്ലെന്ന്. ഏയ് നോൺ വെജാ, അത് തന്നെയാ. ഏൽപ്പിച്ചു, അഡ്വാൻസും കൊടുത്തു. സകല നാൽക്കാലികളും സകല പക്ഷികളും ഉണ്ട്. ഐ എം വെരി ഹാപ്പി മമ്മി, വെരി വെരി ഹാപ്പി. ഡാഡി ആണല്ലോ. എന്താ ഈ നേരത്ത്? അമേരിക്കയിൽ ഈ സമയത്ത് മുതുപാതിരയാണല്ലോ. ഹലോ ഡാഡി. മൈ ഡിയർ സൺ, ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ വിസ്മയുടെ വീട് വരെ ഒന്ന് വന്നതാ. വിവേക്, ഞാൻ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. എന്താ ഡാഡി? നമുക്ക് ആ കല്യാണം വേണ്ട. എന്താ ഡാഡി പറയുന്നേ? എന്താ ഡാഡി? കല്യാണം വേണ്ടെന്നോ? ആ തള്ളയും മകളെയും കുറിച്ച് ഞാൻ ഒത്തിരി അന്വേഷിച്ചു. മഹാ അലവലാദികളും തരികടകളോ രണ്ടുപേരും. തട്ടിപ്പുകാരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട. അല്ല ഡാഡി, ഇത്ര പെട്ടെന്നൊക്കെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ? വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ആ പെണ്ണും അവളുടെ അമ്മയും ശരിയല്ല. അല്ല ഡാഡി, അവര് കല്യാണ ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്തു, ആഭരണങ്ങളും ഡ്രസ്സുകളും എടുത്തു. കല്യാണം നടത്തിയപ്പോ ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചു. ലക്ഷക്കണക്കിന് രൂപ വരെ ചെലവാക്കി കഴിഞ്ഞു. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ആ പെണ്ണിനെ എങ്ങനെ നീ കെട്ടിയാ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല. 10 പൈസയുടെ ഷെയറും തരില്ല. ഡാഡി, നീ എത്രയും പെട്ടെന്ന് സ്റ്റേറ്റ്സിലേക്ക് വാ. ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും മമ്മി? എന്റെ പൊന്നു മോനെ, ഞങ്ങളെ കൈവെടിയരുത്. ഞാൻ എന്ത് ചെയ്യാനാ മമ്മി? ഡാഡിയെ ധിക്കരിച്ച് എനിക്കൊരു ജീവിതമില്ല. അങ്ങനെയൊന്നും പറയല്ലേ വിവേക്, ഞാൻ തകർന്നു പോവും. എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ ഞാൻ നിസ്സഹായനാ. ഞാൻ നിന്റെ കാല് പിടിക്കാം വിവേക്, എന്റെ മോളെ നീ ഉപേക്ഷിക്കരുത്. ഒരു രക്ഷയില്ല മമ്മി. ഡാഡിയെ ധിക്കരിച്ച ഡാഡി എന്നെ ഷൂട്ട് ചെയ്ത് കളയും. ഇതൊരു വിധിയാണെന്ന് കരുതുക. വിസ്മയ്ക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ എത്രയും വേഗം കണ്ടെത്തുക. എന്റെ ദൈവമേ, ഇത് എന്തൊരു ദൈവശിക്ഷ! ഇതിന്റെ പിന്നിൽ ആരുടെയോ കൈകളുണ്ട്. ഇതൊരു ചതി തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ കൊടുങ്കാറ്റടിച്ചാലും ഉരുള് പൊട്ടിയാലും ഇവൾ അറിയില്ല. ഇത് തന്നെയാ തക്കം. കൃഷ്ണ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവണേ. കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ വേണമെങ്കിൽ ഇവളുടെ തല വെട്ടിക്കൊണ്ടുപോവാം. വീട്ടി ശത്രു ആരാണോ അവളുടെ കുറെ മുടി മുറിച്ചെടുത്ത് ഈ പാവയിൽ ചുറ്റണം. എന്നിട്ട് ഈ പാവ രഹസ്യമായ ഒരു സ്ഥലത്ത് വെച്ച് ഇതിലെഴുതിയിരിക്കുന്ന മന്ത്രം ചൊല്ലി ചെകുത്താൻ സേവ നടത്തണം. പാവയെ പൂജിക്കണം. ഒരാഴ്ച വേണ്ട, ശത്രു ആരാണോ അവൾ വീണിരിക്കും. മന്ത്രവാദി പറഞ്ഞതുപോലെ ഇതിൽ നോക്കി മന്ത്രം ചൊല്ലി പൂജ നടത്താൻ തുടങ്ങുന്നതോടെ അവളുടെ കച്ചവടം തീരും. അവളുടെ കച്ചവടം തീർന്നില്ലെങ്കിൽ മന്ത്രവാദിയുടെ കച്ചവടം ഞാൻ തീർക്കും. ആ മന്ത്രവാദി കുറിച്ചൊന്ന് മന്ത്രം എവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്റെ ബാലു ഉണ്ട്. ബാലു ഉള്ളപ്പോ ഇവൻ പറയുന്നത് അവസാന വാക്ക്. ഏട്ടാ, ഏട്ടൻ അറിയില്ലേ കാര്യങ്ങള്? ഇറക്കി വിടേ ഏട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. ആര് പോയാലും അച്ഛനെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കാരണം ഞാനുണ്ടല്ലോ. ഏട്ടാ വീട് തന്നെ, വീട് തന്നെ, വീട് ഏട്ടാ. നിനക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? മോളെ, നിന്നെപ്പോലൊരു മോളുടെ അച്ഛനായത് എന്റെ ഭാഗ്യം.
എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്രയും ദിവസം നമ്മൾ ആരെയും തിരിഞ്ഞു നോക്കാത്ത ആളാ. എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ഞുനാളിൽ എത്ര തല്ല, ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അയാളുടെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടുള്ളത്. അമ്മയെ തല്ലുന്നത് ഇപ്പോഴും എന്റെ കണ്ണുകളിലുണ്ട്. ഒരു ദിവസം എവിടേക്കോ ഇറങ്ങിപ്പോയിട്ട് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം കയറി വന്നിരിക്കുന്നു. അമ്മയെ, ഏട്ടനെ, അപർണേച്ചിയെ വേണം പറയാൻ. നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? നോക്ക് സാറ്, നമ്മളുടെ കുടുംബം ഒരു നിർണായക സമയത്തിലൂടെയാ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം തർക്കമോ വെല്ലുവിളിയോ ഒന്നുമല്ല, ഒരുമിച്ച് നിൽക്കല ആവശ്യം. അമ്മയും ഞാനും ബാലുവും ആശുപത്രിയിൽ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുകയും അദ്ദേഹം ബലമായിട്ട് ഇങ്ങോട്ട് ഇടിച്ചു കയറി വരികയും ചെയ്താ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? അല്ല, അതിനിവിടെ പോലീസും പട്ടാളമൊക്കെ ഇല്ലേ? അത് നമ്മൾ പോലീസിനെ അറിയിക്കും. പോലീസിനെ അറിയിച്ച ചിലപ്പോ പല കാര്യങ്ങളിലും നമ്മൾ എല്ലാവരും ഉത്തരം പറയേണ്ടതായിട്ട് വരും. ഞങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം അച്ഛൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ, ആരാ വിളിക്കുന്നത്? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കൃഷ്ണമൂർത്തി, നിന്റെ ഭർത്താവ്. നാളെ ബാലുമോന്റെ കല്യാണത്തിന് ഞാൻ അവിടെ ഉണ്ടാവും. അമ്മ എന്താ ചെയ്യേണ്ടിയിരുന്നത്? എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമായിരുന്നു, അല്ലേ? ഒരു കുറ്റവാളിയെ കുറിച്ചുള്ള അറിവുകൾ രഹസ്യമായി സൂക്ഷിച്ചതിന് അമ്മയും പ്രതിയാവും. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതൊക്കെ സത്യമാണോ? എന്താണ് യഥാർത്ഥ ഉദ്ദേശം? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതൊക്കെ കണ്ടുപിടിക്കാൻ നമ്മുടെ അച്ഛനെന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് തന്നെയാ നല്ലത്. അതെ, ശരിക്കും ഈ യഥാർത്ഥത്തിൽ അച്ഛൻ നല്ലവനാകാൻ പോവുകയാണെങ്കിലോ നമ്മൾ അതിനുവേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കണ്ടേ? ഒരാൾ നല്ലവനായി മാറാൻ സഹായിക്കാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? മീനു, മീനാക്ഷി, ഇങ്ങ് വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടാ, പെറ്റതല്ലേ ഗൾഫിൽ കൊണ്ടുപോകാതെ സ്വന്തം പെണ്ണും പിള്ളേനെ ഗൾഫിൽ കൊണ്ടുപോകുന്ന ആ മക്കളാണ് തറവാടിന്റെ ശാപം. മനസ്സിലായ? അയ്യോ, പെറ്റതള്ളേനെ ഗൾഫിൽ കൊണ്ടുപോകണമെന്ന് ഒരു നിയമമുണ്ടോ? എന്നിട്ട് നമ്മൾ നമ്മുടെ അമ്മയെ കൊണ്ടുപോയില്ലല്ലോ. കൂടെ അവിടുന്ന്. അല്ല, അതെ ശരി, അതൊക്കെ ഈ നാട്ടിൽ പതിവുള്ളതല്ലേ? എന്ത് പതിവ്? പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞാലേ വീട്ടിൽ നിൽക്കണം, അല്ലാതെ ആരെങ്കിലും വിളിച്ച ഉടനെ കെട്ടിയൊരുങ്ങി ഗൾഫിലേക്ക് പോവല്ല വേണ്ടത്. അയ്യ, അതെന്താ അങ്ങനെ ഒരു വർത്താനം പറയണേ ചേച്ചി? ആരെങ്കിലും വിളിച്ചിട്ടാണ് അവള് പോണേ? ഇപ്പൊ അവളുടെ കാമുകന്റെ അടുത്തേക്കൊന്നല്ലല്ലോ അവള് പോണത്. അവള് കല്യാണം കഴിച്ചിട്ടുള്ള ഭർത്താവ് വിളിച്ചു അവളെ, ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ചെല്ലണോ? അതിനുള്ള സൗകര്യം അവനുണ്ട്. അതിനിപ്പോ എന്താ അത്ര വലിയ തെറ്റ്? ഓ, എന്റെ മക്കളെല്ലാം ഒരേപോലെ അച്ചികോന്തന്മാരായി പോയല്ലോ. എല്ലാവർക്കും എന്റെ അതേ സ്വഭാവം കിട്ടി. ഒന്നും മിണ്ടായിരിക്കും ബലരാമേട്ടാ. വിളിക്കാൻ ഓരോരുത്തന്മാരും, അത് കേട്ട ഉടനെ ഒരുങ്ങി പുറപ്പെട്ട് പോവാൻ കുറെ പെണ്ണുങ്ങളും. എന്താ ചേച്ചി ഈ പറയണേ? അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് അധികം കാലമൊന്നും ഉണ്ടായിരുന്നില്ല ഒപ്പം. അപ്പൊ ഇപ്പൊ അവൻ ഗൾഫിൽ ചെന്ന് അവന് അവളെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കിട്ടി. അങ്ങോട്ട് പോയി നിക്കട്ടെ കുറച്ചു ദിവസം. എടാ, പെറ്റതെള്ള ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ ഭാര്യമാരൊക്കെ ഉണ്ടായത്. അത് ഇവന്മാര് മനസ്സിലാക്കാത്ത എന്താന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സീതെ. നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. 18 വയസ്സുള്ളപ്പോഴേ എന്നെ കെട്ടി അടുക്കളയെ കൊണ്ടിട്ടതല്ലേ. അതിനുശേഷം പുറലോകം കാണിച്ചിട്ടുണ്ടോ എന്നെ? മൂന്നാർ കൊണ്ടുപോയതോ? അയ്യടാ, മൂന്നാർ ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. മൂന്നാർ കൊണ്ടുപോയതേ എന്റെ പിള്ളേരാ, നിങ്ങളല്ല. അപ്പൊ ആ പിള്ളേരല്ലേ ഇപ്പൊ കുറച്ചു നേരത്തെ ചീത്ത പറഞ്ഞ ചേച്ചി? അത് ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അത് ഞാൻ ഇനിയും പറയും. എന്റെ വിഷമം കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ചേച്ചിയുടെ വിഷമം എന്താന്നൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലായി. ചേച്ചിയുടെ അളിയന്റെ കല്യാണം കഴിഞ്ഞ കാലത്ത് അളിയൻ ഒരു നാടകക്കാരനായതുകൊണ്ടും അന്നത്തെ കാലത്ത് ഇതുപോലുള്ള സ്ഥിരം ടൂർ പോണ ഏർപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി ആഗ്രഹിച്ച പോലെ പല സ്ഥലങ്ങളിലും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കാലത്തുള്ള പിള്ളേർ അങ്ങനെയാണോ ചേച്ചി? അവരവരുടെ മോഹത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളാ. അവരവരുടെ വഴിക്ക് അങ്ങോട്ട് വിട്.
അങ്ങനെ ഇപ്പൊ അവരവരുടെ വഴിക്ക് പോകണ്ട. ഈ തറവാട്ടിലെ സീതാലക്ഷ്മി വെട്ടിയ ഒരു വഴിയുണ്ട്, എല്ലാരും ആ വഴി കൂടെ നടന്നാൽ മതി. നീ ആവശ്യമില്ലാത്ത വഴി എന്തിനാണ് ഈ വെട്ടാൻ പോയത്? അതുകൊണ്ടാണ് ഈ തറവാട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കാണാമായിരുന്നു, എപ്പോഴേ ക്ഷയിച്ചു പോയനെ. ഇതിന് നല്ലൊരു ക്ഷയിച്ചു പോണതാ. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചിയുടെ ഈ വർത്തമാനം കേട്ടപ്പോ ശരിക്കും തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടോ, നല്ല അസൂയക്കാര് പറയണ പോലെ. അല്ല, സംഗതി ചേച്ചിക്ക് അസൂയയില്ലാന്ന് എനിക്കറിയാം. പക്ഷെ മക്കളും മരുമക്കളൊക്കെ കേൾക്കുമ്പോ എന്തെന്ന് വിചാരിക്കുക, അസൂയ മൂത്ത് കുരുറ്റും കുശുമ്പും കാരണം പറയണ ഓരോ വാക്കുകൾ പോലെയാണ് കേൾക്കണവർക്ക് തോന്നുക. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ചേച്ചിക്കൊന്ന് മിണ്ടാണ്ടിരുന്നൂടെ? ആർക്കാടാ അസൂയ? ആർക്കാ അസൂയാന്ന്? എനിക്കൊരാളോടും അസൂയല്ല. ഗൾഫിൽ പോണെങ്കിലേ ഞാൻ ഗൾഫിൽ പോകും. എനിക്ക് തന്നെത്താൻ പോകാൻ അറിയാം. ഒരു മക്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. സീതേ, അഥവാ നീ ഗൾഫിൽ പോവാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണേടി. ഒന്ന് പോകും വീട്ടിലാണ് കേട്ടോ, കൊഞ്ചി കൊണ്ടുവരുന്നു. എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവടാ. എന്താ സംശയം അതിൽ നിങ്ങൾക്കൊക്കെ? അതെ, ഇത് അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ആവണ പോലെ അല്ല കേട്ടോ. നല്ല കാശ് വേണം കയ്യില്. അത് മാത്രല്ല ചേച്ചി, പിശുക്കുള്ളവർക്ക് പറ്റിയൊരു പണിയല്ല അത്. ആർക്കാണ് പിശുക്ക്? എനിക്ക് പോടാ ചായ കുടിച്ചിട്ട്. പിന്നെ ഒരു വഴിയുണ്ട്. ഷായിനിപ്പോ എന്തായാലും ഗൾഫിലേക്ക് പോകുന്നുണ്ടല്ലോ. അവളിപ്പോ അവിടെ കുറച്ചു നാളൊക്കെ അങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ അവർക്കൊരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കാൻ പോവാം ചേച്ചിക്ക്. അതും ഷായനാട് ഉമ്മ സമ്മതിച്ചാൽ, ഇല്ലെങ്കിൽ അതും പറ്റില്ല. കുട്ടീനെ നോക്കാനേ എന്റെ പട്ടി പോവും. എന്റെ പട്ടി പോടാ. ഈ പട്ടി പോകും പട്ടി പോകുന്ന പറഞ്ഞിട്ട് നീ എന്തിനാടി എന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഓ, രണ്ടും കൂടെ ഒന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ ഉമ്മറത്തുണ്ടല്ലേ? ഉമ്മറത്തുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.